ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. ഇതിനകത്ത് എന്തോ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഇതിൽ പിടിച്ചു നിൽക്കാനുള്ള കാര്യം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാണ്, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി, ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല. നിന്റെ ഒരു പുളു അത്രയും പണമുള്ള, അത് ചുമ്മാ പണം കയ്യിലുള്ളത് കൊണ്ട് കഴപ്പ് മൂത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാരുള്ള സ്ഥലം അത്. രാമേശ്വരത്ത് പോയാലും ശനീശ്വരം വിട്ടുപോലെന്ന് പറഞ്ഞ പോലെയാ പെണ്ണിന്റെ മണം അടിച്ചവനൊക്കെ വക്രബുദ്ധിയെ വരും. പല ആളുകൾക്ക് ഫാന്റസിയാണ്, സിനിമാ നടിമാരോട് ഫാന്റസി, പല പണക്കാർക്കുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി കാശറിയാം എന്ന് വെച്ചാ അർദ്ധരാത്രി അന്യയുടെ വരവും പോക്കും അതന്നെ. കൊല്ലം തുളസീന്റെ ഡോറിന് വരെ മുട്ടിയിട്ട് ഇങ്ങനെ തപ്പി നോക്കിയിട്ടുണ്ട്. പിന്നെ നീ എന്ത് വിചാരിച്ചു ലേഡീസ് ആണെന്നാ? നീ ആണെങ്കിൽ അത് പറയണ്ടേ? ഞാനിപ്പോ കിസ് ചെയ്തായിരുന്നു. ഈ നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. വളരെ രൂക്ഷമായ പരാതികൾ ഉന്നയിച്ചു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ആരോ നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും സമയം ലാഭിക്കാം. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്നില്ല. നീ എന്താ ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നത്? അത് ജോമോളുടെ ചോയ്സ് ആയിരുന്നു. ഇത് അങ്ങനെയല്ലേ? ഇത് പാർവതി വളരെ കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷ വളരെ ആക്റ്റീവാണ്. കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. ജോമോൾ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അനുഭവമില്ല, എനിക്ക് എന്നല്ലോ പറയുന്നത്. അതൊരു ഇൻഡസ്ട്രിയെ പ്രതിനിധിച്ചുകൊണ്ടേ പറയാം. അങ്ങനെയാണോ മറുപടി പറയുന്നത്? നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. അടുത്ത പടത്തിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ രണ്ട് വഴിയുള്ളൂ. ഒന്നുകിൽ അവർക്ക് വഴങ്ങി കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും ടാലന്റഡ് ആയിരിക്കും. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഏതായാലും അടുത്ത കുറച്ച് ദിവസം നീ എന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഫോളോ ചെയ്തേക്കണേടാ പൊന്നു മോനെ. അപ്പോ ഞങ്ങൾ പോട്ടെ.